മുഴുവൻ 2 വർഷത്തോളം ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ വീടിനുള്ളിലിരുത്തിയ മഹാമാരിയായിരുന്നു കോവിഡ് ലോകത്തെ വിട്ടൊഴിഞ്ഞ് എല്ലാം പഴയപടിയായിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോഴിതാ പഴയതിലും അതിശക്തമായി തന്നെ കോവിഡ് വൈറസ് തിരികെ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യുഎസിൽ കണ്ടെത്തുകയും ചൈനയിൽ പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്ത കോവിഡിന്റെ പുതിയ ഉപവകഭേദം JN.1 ആണ് കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതിരോധശേഷി കുറയ്ക്കുന്ന വേഗത്തിൽ വ്യാപനശേഷിയുള്ള വൈറസാണ് JN.1. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കിയിട്ടുണ്ട്. 79 വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശിക്കാണ് പുതിയ ഉപവകഭേദം സ്ഥിരീകരിച്ചത്. ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കേരളത്തിലേത് ആദ്യത്തെ കേസാണെന്ന് പറയുമ്പോഴും സിംഗപ്പൂരിൽ നിന്നെത്തിയ തമിഴ്നാട് സ്വദേശിക്ക് നേരത്തെ JN.1 കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ICMR-ന് കീഴിലെ ലാബുകളുടെ കൺസോർഷ്യമായ ഇൻസഗോ കോവിഡ് പോസിറ്റീവ് സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് കേരളത്തിൽ JN.1 സ്ഥിരീകരിച്ചത്. പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങളുള്ളതും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുന്നതുമാണെന്ന് ICMR വ്യക്തമാക്കി. കേരളത്തിൽ കോവിഡ് പോസിറ്റീവായ 1324 പേർ ഇപ്പോഴുണ്ട്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നതും കേരളത്തിലാണ്. ദിവസം 700 മുതൽ 1000 കോവിഡ് പരിശോധന കേരളത്തിൽ നടക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പതിവ് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി സംസ്ഥാനങ്ങളിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും 18-നകം പൊതുജനാരോഗ്യ ആശുപത്രി തയ്യാറെടുപ്പ് നടപടികൾ വിലയിരുത്താനായി മോക്ക് ഡ്രിൽ നടത്താനും നിർദ്ദേശമുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും കോവിഡ് കേസുകൾ ഉയരാൻ ഈ വകഭേദം കാരണമായിട്ടുണ്ട്. ഒമിക്രോണിന്റെ വകഭേദമായ JN.1 ലക്സംബർഗിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ആഗസ്റ്റിലായിരുന്നു കോവിഡ് വകഭേദം കണ്ടെത്തിയത്. ഇത് പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു. സാധാരണ കോവിഡിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് JN.1-ലും ഉണ്ടാവുക. പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ വാക്സിനുകൾ തന്നെ മതിയാകുമെന്നാണ് അനുമാനം. കോഴിക്കോട് കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലും കണ്ണൂർ പാനൂരിലും കോവിഡ് മൂലമുള്ള മരണം സ്ഥിരീകരിച്ചിരുന്നു.